JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ മെയിൻ എക്സാം ഡേറ്റ് വന്നു. അതോടൊപ്പം തന്നെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര പേരുടെ ലിസ്റ്റാണ്, അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്, ഷോർട്ട് ലിസ്റ്റ് എത്ര പേരുണ്ട്, ആരൊക്കെയാണ് ഷോർട്ട് ലിസ്റ്റ് ഉള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ആണ്. ഡിവിഷണൽ അക്കൗണ്ടൻസ് ഓഫീസർ NCA ഈഴവ ബില്ല തീയ സ്റ്റേറ്റ് വൈഡ് കേരള വാട്ടർ അതോറിറ്റി സ്കെയിൽ ഓഫ് പേ 19,440 34,430 ആണ്. അപ്പോൾ അതിൻ്റെ കാറ്റഗറി നമ്പർ 781/2024 ആണ്. അതിൽ എലിജിബിലിറ്റി ലിസ്റ്റ് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ എലിജിബിലിറ്റി ലിസ്റ്റ് 21 പേരാണ്. അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 42.33 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. 18/7/2025 ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അടുത്തതായിട്ട് ലിസ്റ്റ് നോക്കാം. അടുത്തത് 780/2024 ആണ് അടുത്ത ലിസ്റ്റ് കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത്. ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ സെക്കൻഡ് NCA സ്റ്റേറ്റ് വൈഡ് ആണ്, കേരള വാട്ടർ അതോറിറ്റി ആണ്. അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ എലിജിബിലിറ്റി ലിസ്റ്റ് 21 പേരാണ്. അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 38 മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. 21 പേരാണ് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ എലിജിബിലിറ്റി ലിസ്റ്റ്. അടുത്തത് ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ NCA മുസ്ലിം ആണ്, സ്റ്റേറ്റ് വൈഡ് ആണ്. കാറ്റഗറി നമ്പർ 346/2024 ആണ്. അതിൽ എലിജിബിലിറ്റി ലിസ്റ്റിൽ 20 പേരാണ് എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ എലിജിബിലിറ്റി ലിസ്റ്റ് 20 പേരാണ്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 46 മാർക്കാണ് അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫ് മാർക്ക് പരീക്ഷ എഴുതിയിട്ട് കട്ട് ഓഫ് മാർക്ക് ഉള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് പരാതികൾ കട്ട് ഓഫ് മാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പരാതി സമർപ്പിച്ചാൽ കൂട്ടിച്ചേർക്കൽ വിജ്ഞാനപ്രകാരം ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് ഉണ്ടോ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾ കാൻഡിഡേറ്റ്സിന് അവരുടെ എക്സാം പേപ്പർ എടുപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്കത് മാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പരാതികളൊക്കെ സമർപ്പിക്കാവുന്നതാണ്. അടുത്തത് 772/2024 ആണ്. ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ NCA LCA ആണ്. അതിൻ്റെ എലിജിബിലിറ്റി ലിസ്റ്റിൽ 20 പേരാണുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ എലിജിബിലിറ്റി ലിസ്റ്റ് 20 പേരാണുള്ളത്. അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 40 മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഓരോ ഉദ്യോഗാർത്ഥികളും കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ അവർക്ക് തന്നെ നിങ്ങൾക്ക് ലഭിച്ച മാർക്കിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ PSCയിൽ പരാതി സമർപ്പിക്കാവുന്നതാണ്. അടുത്തത് 773/2024 ആണ്. ഡിവിഷണൽ അക്കൗണ്ട്സ് ഡിവിഷണൽ അക്കൗണ്ടന്റ് ഫസ്റ്റ് NCA OBC ആണ്, സ്റ്റേറ്റ് വൈഡ് ആണ്. കേരള വാട്ടർ ജനറൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. 50,200 1,05,300 ആണ് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ. അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡ് ഇൻ ദ എലിജിബിലിറ്റി ലിസ്റ്റ് 19 പേരാണ്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 40.67 ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അടുത്തത് ഇതിൻ്റെ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ മെയിൻ എക്സാമിൻ്റെ ഡേറ്റ് നമുക്ക് നോക്കാം. പേപ്പർ 1/9/2025 മൺഡേ ആണ്, 9 AM to 12:20 PM ആണ്. പേപ്പർ 2 1/9/2025 മൺഡേ 1:30 PM to 4:50 PM ആണ്. പേപ്പർ 3 2/9/2025 ട്യൂസ്ഡേ 9 AM to 12:20 PM ആണ്. അപ്പോൾ അതിൻ്റെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കുന്നത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷോർട്ട് ലിസ്റ്റുകൾ ഇനിയും വരാനുണ്ട്. കുറച്ച് 1-2 എക്സാമിൻ്റെ കൂടെ വരാനുണ്ട്. അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഷോർട്ട് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ നിങ്ങൾ ഉടൻ തന്നെ പഠനം ആരംഭിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.